ഈ ബിഗ് ബോസ് സീസൺ 7 മലയാളം ഈ സീസണിലെ ഏറ്റവും ചൂടേറിയ ഒരു എപ്പിസോഡാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഈ എപ്പിസോഡ് കണ്ടതിൻ്റെ ആ ഒരു ചൂടിൽ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ സീസണിൽ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആരാണ്? എൻ്റെ ഒരിക്കലും അനുമോളല്ല. വല്ലപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ റെയറായിട്ട് മാത്രമാണ് ഞാൻ അനുമോളെ പറ്റി 2 വാക്ക് നല്ലത് സംസാരിച്ചിട്ടുള്ളൂ. ബാക്കി ഒരു വീഡിയോയിലും ഒന്നിലും ഞാൻ അനുമോളെ പറ്റി സംസാരിച്ചിട്ടില്ല. അതേസമയം ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ പറ്റിയിട്ട് അവർ നല്ലത് ചെയ്യുമ്പോൾ നല്ലതാണെന്നും മോശം ചെയ്യുമ്പോൾ മോശമാണെന്നും പറഞ്ഞിട്ടുണ്ട് ഞാൻ. പക്ഷേ ഈ അനുമോൾ എന്ന് പറഞ്ഞ വ്യക്തി ഒരിക്കലും ഒരു ടാസ്ക് നേരെ ചൊവ്വേ ചെയ്തിട്ടില്ല, ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്നില്ല, കുറേ കരച്ചിലും പിഴിച്ചിലും പിന്നെ ആ പാവേനെ പിടിച്ചുകൊണ്ട് നടന്ന്, അതല്ലാതെ വേറെ ഒന്നും തന്നെ അനുമോൾ ചെയ്തിട്ടില്ല. പിന്നെ അങ്ങനെയുള്ള വ്യക്തിക്ക് എങ്ങനെയാണ് ഇത്ര അധികം സപ്പോർട്ട് കിട്ടുന്നത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇത്രയും നോമിനേഷനിൽ ഇപ്പോൾ 10ാമത്തെ ആഴ്ചയല്ലേ, ഈ 10 ആഴ്ചയിലും അനുമോളും മിക്ക നോമിനേഷൻ ലിസ്റ്റിലും വന്നിട്ടുണ്ട്. എന്നിട്ട് അനുമോൾ എന്തുകൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്നും എവിക്റ്റ് ആയിട്ടില്ല? പോട്ടെ, നമുക്ക് നോമിനേഷൻ ലിസ്റ്റ് വരുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് അതിൻ്റെ വോട്ടിംഗ് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമല്ലോ. എല്ലാത്തിലും അനുമോളാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ കിടക്കുന്നത്. എങ്ങനെയാണ് ഒരു ഗെയിമും കളിക്കാത്ത ഒരു വ്യക്തി ഇത്രയും ടോപ്പ് പൊസിഷനിൽ വരുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അത് ജസ്റ്റ് ഒരു ഫാൻ ബേസ് കൊണ്ട് മാത്രമാണോ അങ്ങനെ വരാം? എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല അങ്ങനെ. ശരിക്കും അത് PR-ന്റെ കളി തന്നെയാണ്. അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കണ്ടസ്റ്റൻസ് ഇപ്പോഴും ബിഗ് ബോസ് വീട്ടിലുണ്ട്. അനുമോളെ സപ്പോർട്ട് ചെയ്യാത്ത കണ്ടസ്റ്റൻസ് എവിക്റ്റായി പോയിട്ടുണ്ട് ഇല്ലേ? നിങ്ങളൊന്ന് തുടക്കം മുതലൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം നമ്മുടെ ശൈത്യാണെങ്കിലും ശരത്തപ്പാനിയാണെങ്കിലും അതേപോലെ തന്നെ ഗിസയിലാണെങ്കിലും ഒക്കെ അനുമോൾക്കെതിരായിട്ട് ആരൊക്കെയാണോ കളിച്ചിട്ടുള്ളത് അവരെല്ലാവരും തന്നെ എവിക്റ്റായി പോയിട്ടുണ്ട്. അതാണ് അതിൻ്റെ വാസ്തവം. അപ്പോൾ ഇതൊക്കെ ശരിക്കും PR-ന്റെ കളി തന്നെയല്ലേ? ഇന്നത്തെ എപ്പിസോഡിൽ ആ ടാസ്കിൽ നമ്മുടെ ബിഗ് ബോസ് തന്നെ ഈ PR-ന്റെ കളി ഒന്ന് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ടാസ്ക് കൊടുത്തത് കേട്ടോ. ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ പേരാണ് അനുമോളുടെ. അനുമോൾക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ PR വർക്ക് കൊടുത്തിട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കയ്യിൽ കുറച്ച് പൈസ ഉള്ള ആരാണെങ്കിലും PR വർക്ക് ഏൽപ്പിച്ചിട്ടായിരിക്കും വരിക. പിന്നെ സ്വന്തം പ്രമോഷൻ ആരെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണ്ടേ? അതൊക്കെ പോട്ടെ. അതിൽ ബിന്നി പറഞ്ഞൊരു കാര്യമാണ്, 16 ലക്ഷം രൂപയുടെ PR ആണ് അനുമോള് പുറത്ത് ഏൽപ്പിച്ചിരിക്കുന്നത്രേ. ഈ ഷോയിൽ വരാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ കിടന്ന് കഷ്ടപ്പെടുന്നു. അതിൽ കഷ്ടപ്പെട്ടിട്ടാണ് കുറേ പേരൊക്കെ ഇന്നാവുന്നത് തന്നെ. അതിൽ എല്ലാവർക്കും ഒരേപോലെ തന്നെ പൈസ ചിലവാക്കാനൊന്നും ഉണ്ടാവില്ല, മനസ്സിലായില്ലേ? ഇപ്പം നെവിനാണെങ്കിലും അതേപോലെ തന്നെ അനീഷൊക്കെ ആണെങ്കിലും സാധാരണ രീതിയിൽ കളിക്കുന്ന ആൾക്കാരായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ബാക്കിയുള്ളവരൊക്കെ ചെറിയ രീതിയിലാണെങ്കിലും PR കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ കണ്ടസ്റ്റൻസ് ഒന്നുമില്ലാതെയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ജെനുവിനായിട്ട് കളിക്കുന്ന ആൾക്കാർക്ക് യാതൊരു വിലയില്ലാന്ന് വേണ്ടേ മനസ്സിലാക്കാനായിട്ട്? PR-കാരുടെ ശല്യം കാരണം ജെനുവിനായിട്ടുള്ള കണ്ടസ്റ്റൻസ് വരെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എവിക്റ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ ഒട്ടും തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ യാതൊരു അർഹതയില്ലാത്ത ഒരാളായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. ഇനി ബിന്നിയുടെ കാര്യം നമുക്കിനി നോക്കാം. ഈ ആഴ്ച എന്തായാലും ബിന്നി നോമിനേഷനിൽ വന്നിട്ടുണ്ടല്ലോ. ഡെഫിനറ്റ്ലി ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താവാൻ പോകുന്നത് ബിന്നി തന്നെ ആയിരിക്കും. ഈ PR കളി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്കറിയാലോ. അനുമോൾ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നത് ജസ്റ്റ് PR-ന്റെ ബലം കൊണ്ട് മാത്രമാണോ എന്നുള്ളത് നിങ്ങളൊന്നും കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് ഞാനും കാത്തിരിക്കുകയാണ്. അപ്പോൾ ശരി, ബൈ.